സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരുടെ ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്നു അറിഞ്ഞു. അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. ഇവിടെ നമുക്കൊരു സംഭവം കാണുവാനായിട്ട് കഴിയുന്നതാണ്. സുന്ദരം എന്ന ദേവാലയത്തിന് അരികെ എല്ലാ ദിവസവും ജന്മം മുതൽ തന്നെ മുടന്തനായിരുന്നതായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ആ ദേവാലയത്തിന്റെ മുൻപിൽ കൊണ്ടിരുത്തുകയാണ്. ആലയത്തിന്റെ പേരെന്താണ്? സുന്ദരം. ആലയത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ആലയത്തിൽ പൊന്നുണ്ട്, അതുപോലെ അനേകം കാര്യങ്ങൾ. മനോഹരമായ ഒരു ആലയമാണ്. മനോഹരമായ പടികൾ ചവിട്ടി അകത്തേക്ക് കയറിപ്പോണം. ആ മനോഹരമായ ആലയത്തിനരികിലേക്ക് ഒരു വ്യക്തി എല്ലാ ദിവസവും കടന്നു പോവുകയാണ്. എന്തിനാണ് എല്ലാ ദിവസവും ആലയത്തിലേക്ക് പോകുന്നത്? എന്തിനാണ്? ഭിക്ഷയാചിക്കുവാൻ, ആരാധിക്കുന്നതിന് വേണ്ടിയല്ല. ഇന്ന് അതുപോലെ അനേകം ആളുകൾ ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നത് ആരാധിക്കുന്നതിന് വേണ്ടിയല്ല, ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ സഹോദരി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് 4-5 സാരികൾ മാത്രമേ ഉള്ളൂ, 2 സാരിയും കൂടെ വാങ്ങിത്തരണമേ. എനിക്കറിയാം നീ എനിക്ക് നൽകുമെന്ന്. കർത്താവേ, എന്നെ നീ സഹായിക്കണമേ. അതുപോലെ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് മാളിൽ പോയ സമയത്ത് ഞാനൊരു പുതിയ മോഡൽ വാച്ച് കാണാനിടയെ, കർത്താവേ ആ വാച്ചും കൂടി എനിക്ക് നൽകണമേ. എനിക്കറിയാം നീ നൽകുമെന്ന്. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ദേവദാസൻ വചനത്തിൽ കൂടി പറഞ്ഞല്ലോ. കർത്താവേ, അതും എനിക്ക് നൽകി തരുമാറാകണമേ. അതുപോലെ കർത്താവേ, എൻ്റെ കുക്കർ ഇരുന്നത് കേടായി പോയിരിക്കുന്നു, പുതിയൊരു കുക്കർ എനിക്ക് ആവശ്യമായിരിക്കുന്നു ദൈവമേ. അതുപോലെ എൻ്റെ ഭർത്താവിന് മാനസാന്തരം കൊടുത്ത് നല്ലൊരു മാല എനിക്ക് വാങ്ങിച്ചു തരാനുള്ള മനസ്സ് കൊടുക്കണമേ ദൈവമേ. ഇതാണോ പ്രാർത്ഥന? ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു ബ്രദർ. എന്താണ് നീ പ്രാർത്ഥിച്ചത്? യാചിക്കുകയായിരുന്നു, ചോദിക്കുകയായിരുന്നു, യാചിക്കുകയായിരുന്നു. അതും എന്തായിരുന്നു യാചിച്ചത്? ലോകത്തിലുള്ളതായ വസ്തുക്കൾ ആണ് യാചിച്ചത്. ശലോമോനോട് ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ ശലോമോൻ എന്താണ് പറഞ്ഞത്? എനിക്ക് ജ്ഞാനം മതിയെന്ന്. കർത്താവേ, എനിക്ക് ബുദ്ധി നൽകിയാൽ മതി, എനിക്ക് വിവേകം നൽകിയാൽ മതിയെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ചോദിച്ചില്ല എങ്കിലും ജ്ഞാനത്തോടൊപ്പം തന്നെ നിനക്ക് ഞാൻ അനുഗ്രഹവും നിന്റെ ശത്രുമേലുള്ള ജയവും ഐശ്വര്യവും ഞാൻ നിനക്ക് നൽകുമെന്ന് പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കേണ്ടത് ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടി ആണ്. ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആരിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ കഴിയും? ചില സഭകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയമാണിത്. ഈ കാലത്ത് ചില സഭകൾ നോക്കുമ്പോൾ അത് ക്ലബ്ബുകൾ എന്ന രീതിയിലാണ് മാറുന്നത്. ഞായറാഴ്ച എല്ലാവരും കൂടി വരാനുള്ള ഒരു സ്ഥലം. ഞായറാഴ്ച എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ അപ്പോൾ കാണണം. എങ്ങനെയുള്ള ഫ്രണ്ടാണ് അത്? അതൊരു ബിസിനസ് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാകാം. ലോകപരമായ വിഷയങ്ങൾ ചർച്ചിൽ സംസാരിക്കുവാൻ വേണ്ടിയുള്ള വേദിയാക്കി മാറ്റുന്നു. ചർച്ച ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ചിലർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതാണ് ഈ കാലത്ത്. ഇവൻ എല്ലാ ദിവസവും ആലയത്തിൽ പോകുന്നുണ്ട്, അവന് പണം ലഭിക്കുന്നു, അവന് ആഹാരം ലഭിക്കുന്നു. എന്നാൽ അവൻ എന്ത് മാറുന്നില്ല? അവൻ്റെ മുടന്ത് മാറുന്നില്ല. ദൈവം നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് നൽകും. നീ പണം ചോദിച്ചാൽ, നീ സൗകര്യങ്ങൾ ചോദിച്ചാൽ അവൻ നൽകാനിടയാകും. ഞങ്ങൾക്ക് ഇറച്ചി വേണം എന്ന് പറഞ്ഞ് ദൈവജനം കരഞ്ഞു. അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തില്ല. എത്ര കൊടുത്തു? എത്രയാണ് കൊടുത്തത്? അവർക്ക് അവസാനം ആ മാംസം കാണുമ്പോൾ മടുപ്പുളവാകുന്നത് വരെ അത്രത്തോളം അധികം കൊടുക്കാനിടയായി. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവം കൊടുത്തിരുന്നു. എന്നാൽ ജനത്തിന് അതൊരു അത്യാഗ്രഹമായി മാറുവാനിടയായി. ഒരിക്കലും ദൈവത്തെ പരിശോധിക്കാൻ പോകരുത്. നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സകല ആവശ്യങ്ങളും അവൻ അറിഞ്ഞു തന്നെ നിറവേറ്റിത്തരുന്ന ഒരു ദൈവമാണ്. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അവയോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് കർത്താവ് പറഞ്ഞല്ലോ.
ഇവൻ എല്ലാ ദിവസവും ആലയത്തിൽ പോകുന്നു, അവിടെ പോയി യാചിക്കുന്നു, തിരികെ വരുന്നു, ആത്മീയ അനുഗ്രഹം പ്രാപിക്കുന്നില്ല. ഈ കാലം അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ലഭിക്കും, അല്ലെങ്കിൽ ലോകപരമായ എന്തെങ്കിലും സാധിച്ചെടുക്കാമെന്ന് പറഞ്ഞ് കടന്നു പോവുകയും വരികയുമാണ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി പ്രാണൻ നൽകിയതായ എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങളെയെല്ലാം എനിക്ക് ഏറ്റുപറയണം. കർത്താവ് നൽകുന്നതായ ആ സമാധാനം എനിക്ക് അനുഭവിച്ചെടുക്കണം. ആ സ്വർഗീയ രാജ്യത്തിൻ്റെ അവകാശിയായിട്ട് എനിക്ക് മാറണം എന്ന് എത്ര ആളുകൾ പൂർണ്ണമായി ആഗ്രഹിക്കുന്നുണ്ട്. പകൽ 3 മണി സമയമായപ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ അവിടേക്ക് പോവുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ പോകേണ്ടതാണ്. അവരെ കണ്ടപ്പോൾ തന്നെ അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന വ്യക്തി അവരുടെ അടുക്കിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും നൽകണമേ എന്ന് യാചിച്ചു. യജമാന, എന്തെങ്കിലും ഭിക്ഷ നൽകണമേ. അമ്മ, ധർമ്മം തരണമേ. അമ്മ കാല് വയ്യാത്തവനാണ്, കൈ വയ്യാത്തവനാണ്, കണ്ണ് കാണാത്തവനാണ് എന്നൊക്കെ യാചിക്കാറുണ്ടല്ലോ. അവൻ ചോദിച്ച സമയത്ത് പത്രോസിനെയും യോഹന്നാനെയും അവൻ നോക്കുകയാണ്. വല്ലതും കിട്ടുമോ എന്ന ഭാവത്തിൽ അവരെ തന്നെ നോക്കുകയാണ്. അവരെന്തെങ്കിലും നൽകുമോ എന്ന് ആശയോടെ നോക്കുകയാണ്. അബദ്ധവശാൽ പോക്കറ്റിൽ കൈവല്ല ഇടുകയാണെങ്കിൽ അവര് പിന്നെ നമ്മുടെ മുഖത്ത് നോക്കില്ല, എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കും. എന്താണ്? അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. ആ കാലത്ത് വെള്ളി നാണയങ്ങളും പൊന്നാണയങ്ങളുമായിരുന്നു സാധാരണ ഉണ്ടായിരുന്നത്. വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞാൽ ആ കാലത്ത് 500 രൂപയുടോ 200 രൂപയുടോ 100 രൂപയുടെ ഒന്നും നോട്ടുകളില്ലായിരുന്നു എന്നാണ് അർത്ഥം. അവർ ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. പണം അവരുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ അല്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, പണം തന്നിട്ട് നിന്റെ കുറവ് നികത്തുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങൾക്ക് പണമില്ല, എന്നാൽ ഞങ്ങൾക്കുള്ളത് നിനക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാനിടയായി. എന്താണ്? ജനനം മുതൽ തന്നെ മുടന്തനായിരിക്കുന്നതായ ഒരു വ്യക്തിയാണ്. ജനിച്ചതിൽ പിന്നെ അവൻ നടന്നിട്ടേയില്ല. അവൻ എഴുന്നേറ്റ് നടക്കാനിടയായി. ഈ കാലത്ത് അത്ഭുത സൗഖ്യം എന്നൊക്കെ പറഞ്ഞ ടി-വിയിൽ പല സാക്ഷ്യങ്ങളും കാണിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ദുഃഖിക്കാറുണ്ട് കാണുമ്പോൾ. ഒരു വ്യക്തി എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് അവന് വടിയൊക്കെ കുത്തി നടക്കുന്നുണ്ട്. വടിയില്ലാതെ നടക്കാൻ കഴിയും, പാവം നടക്കുകയാണ്. ആ വ്യക്തി എന്നിട്ട് സ്റ്റേജിൽ വിളിച്ചു കയറ്റിട്ട് വടിയെടുത്ത് മാറ്റിയിട്ട് നടക്കൂ എന്ന് പറയുമ്പോൾ പാവം അവൻ നടക്കുകയാണ്. എന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ പറയും. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? മുടന്തനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നടത്തി കാണിക്കുക, അന്ധനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് കാഴ്ച കൊടുക്കുക. എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്നാൽ ഇങ്ങനെയുള്ളതായ വ്യാജ സൗഖ്യങ്ങൾ കണ്ടിട്ട് യേശു ക്രിസ്തുവിൽ സൗഖ്യം ഇല്ല എന്ന് പറയുന്ന അനേകം ആളുകളുമുണ്ട്. മറ്റുള്ള ആളുകൾ വിമർശിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മെ കണ്ടിട്ട് ബുദ്ധിയും ജ്ഞാനവും വിവരമുള്ളതായ ആളുകൾ വിമർശിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ നിമിത്തമാണല്ലോ അന്യജനത്തിന്റെ മുൻപിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നത്, എൻ്റെ നാമം നിന്ദിക്കപ്പെടുന്നത്. എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ന് ഒരു കൺകെട്ടെന്നത് പോലെ പ്രകടനങ്ങൾ നടത്തുക മാത്രമാണ്. യേശുക്രിസ്തു അങ്ങനെ നാടകങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നില്ല, വ്യാജ പ്രചരണങ്ങൾ നടത്തിയ വ്യക്തിയല്ല. അവൻ്റേത് യഥാർത്ഥ പ്രവൃത്തിയായിരുന്നു. അതിൽ മന്ത്രമോ മായയോ ഒന്നുമില്ലായിരുന്നു. അത് സത്യമായിരുന്നു, അത് വാസ്തവമായിരുന്നു. ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തിയാൽ അത് നിത്യമായ സൗഖ്യമാണ്. എന്നാൽ പാസ്റ്റർ കൊടുക്കുന്ന സൗഖ്യം അത് യഥാർത്ഥ സൗഖ്യമല്ല. നിങ്ങൾ ഒരു കാര്യം ഇനിയും മനസ്സിലാക്കണം. യഥാർത്ഥമായ സൗഖ്യം സംഭവിക്കുന്നതിൻ്റെ കാരണം അതിൽ പാസ്റ്ററിന്റെ ശക്തിയല്ല, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. പത്രോസിന്റെ നാമത്തിലല്ല, യോഹന്നാന്റെ നാമത്തിലല്ല, യേശുവിന്റെ നാമത്തിലാണ്. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു നോക്കുക. അതാണ് പ്രധാന വാക്യഭാഗം. 7-ാമത്തെ വാക്യം വായിക്കുക. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. എങ്ങനെയാണ് അവനപ്പോൾ നടന്നത്? എങ്ങനെയാണ് എഴുന്നേറ്റത്? പതിയെയാണോ? കുതിച്ചെഴുന്നേൽക്കാനിടയായി. ഇപ്പോൾ നിങ്ങളോട് കുതിച്ചെഴുന്നേൽക്കാൻ പറഞ്ഞാൽ പകുതി ആളുകളെ എഴുന്നേൽക്കുകയുള്ളൂ. ചിലർക്ക് കാല് പിടിച്ചിരിക്കാം, ചിലർക്കാണെങ്കിൽ കാല് മടക്കി വെച്ചിരിക്കുന്നുണ്ട്. കുറച്ചു നേരം വേദനയായിരിക്കും, എഴുന്നേറ്റ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവനെ നോക്കുക, അവൻ ജനിച്ചത് മുതൽ എഴുന്നേറ്റിട്ടേ ഇല്ലാത്ത വ്യക്തിയാണ്. അവൻ എഴുന്നേറ്റിട്ടേ ഇല്ല. എന്നാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വന്നപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റിട്ട് വീണുപോയെന്നാണോ? ചിലർ കുതിച്ചെഴുന്നേൽക്കും, പെട്ടെന്ന് തന്നെ വീണുപോകും. പെട്ടെന്ന് എഴുന്നേൽക്കും, എന്നിട്ട് അതുപോലെ വീടും. ചില വിശ്വാസികളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ
ഒന്ന് എഴുന്നേറ്റ് വരും, പിന്നെ വീഴും, പിന്നെ എഴുന്നേൽക്കും, പിന്നെയും വീഴും. ഇതാണ് അവരുടെ ജീവിതത്തിലെ ആത്മീയ അവസ്ഥ. എന്താണ് സഹോദരി? എഴുന്നേറ്റോ? അതെ, മീറ്റിംഗിൽ എഴുന്നേറ്റു, വീട്ടിൽ ചെന്നിട്ട് വീഴാനിടയായി. രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരമാകുമ്പോൾ വീണു പോകുന്നു. അയ്യോ, പാപത്തിൽ വീണു പോകാനിടയായി, പാപത്തിൽ വീണു പോകാനിടയായി. എത്രയോ യൗവനക്കാർ ഇന്ന് പറയാറുണ്ട്, എന്താണ് ബ്രദർ, നിൽക്കാമെന്ന് തീരുമാനമെടുത്തതല്ലേ? ശരിയാണ് ബ്രദർ, അങ്ങനെയൊക്കെ എടുത്തതാണ്, എന്നാൽ വീണുപോയി. എന്തുകൊണ്ടാണ് വീണുപോയത്? പിശാച് പരീക്ഷിക്കാനിടയായി. അങ്ങനെ ഒരാളുള്ളത് കൊണ്ട് കുഴപ്പമില്ല, എന്തു പറഞ്ഞാലും അവൻ്റെ മുകളിൽ കൊണ്ടിടും. എന്താണ് സഹോദരി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്? പിശാചിൻ്റെ പണിയാണ് കേട്ടോ. എന്തിനാണ് കള്ളം പറഞ്ഞത്? പിശാച് പ്രേരിപ്പിച്ചതാണ്. എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? പ്രാർത്ഥിക്കാത്ത എന്താണ്? പിശാചിൻ്റെ പണിയാണ്. പിശാചിൻ്റെ പണി അതാണ്. അവൻ കള്ളനാണ്, അവൻ പരീക്ഷകനാണ്. പിശാചിന്റെ അരികിൽ നിങ്ങൾ എന്താണ്? അവനെ എതിർത്തു നിൽക്കുക, എങ്കിൽ അവൻ നിങ്ങളെ വിട്ടിട്ട് ഓടിപ്പോകാനിടയാകും. ക്രിസ്തീയ ഭക്തി വീണും എഴുന്നേറ്റും പോകുന്നതല്ല, മറിച്ച് എഴുന്നേറ്റ് കർത്താവിലുള്ളതായ വിശ്വാസത്തിൽ ഉറപ്പോടെ മുൻപോട്ട് പോകുന്നതാണ്. ഇവൻ എഴുന്നേൽക്കാനിടയായി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ എഴുന്നേൽപ്പിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തിയെന്ന് ദാവീദ് പറയുന്നു. നാമും പഴയ ജീവിതത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് എഴുന്നേൽക്കണം എന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ എഴുന്നേറ്റിട്ട് എന്താണ്? നിന്നു. അങ്ങനെ ഒരു വാക്ക് അവിടെയുണ്ട്. എഴുന്നേൽക്കുന്ന വ്യക്തി എന്തു ചെയ്യും? അവൻ കുതിച്ച് എഴുന്നേറ്റു, അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. ചിലർ പറയാറുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമൊക്കെ നിലച്ചു പോയിരിക്കുകയാണ്. എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. അത് ശരിയാണോ? മുടൻ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ശരിയാകുമോ? നടക്കേണ്ടതല്ലേ? ഭക്തിയിൽ ചില വ്യക്തികളും അങ്ങനെയാണ്, മുൻപോട്ട് നടക്കുന്നില്ല, നിൽക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഭക്തി നോക്കുമ്പോൾ അവിടെ തന്നെ ആയിരിക്കുകയാണ്. എവിടെയാണ് ആക്കിയത്, അല്ലെങ്കിൽ ഏത് ലെവലിലായിരുന്നോ അവിടെ തന്നെ ആയിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ ഭക്തി അങ്ങനെയല്ല. എഴുന്നേറ്റ് ഉറച്ചു നിന്ന് നടക്കണം. എന്താണ്? ക്രിസ്തീയ ജീവിതം യേശുവിനോടൊപ്പം നടക്കുന്നതാണ്. അനുദിനം ദൈവത്തോടൊപ്പം നടക്കുന്നതാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. എത്ര വർഷമായിരുന്നു? 300. എത്ര വർഷമാണ് അവൻ നടന്നത്? ഉൽപ്പത്തി പുസ്തകം 5:22. മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. അവൻ 300 സംവത്സരക്കാലം ദൈവത്തോടുകൂടെ നടന്നു. ചിലരോട് ചോദിച്ചാൽ പറയും, നോക്ക്, യൗവനപ്രായത്തിൽ നീ നല്ല രീതിയിൽ ജീവിച്ച വ്യക്തിയാണ്, എന്നാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ശേഷം ഇങ്ങനെയായിരിക്കും, എന്തു പറ്റി? നോക്ക്, ഒരാൾ പുറകിലുണ്ടല്ലോ. എന്താണ്? ഭാര്യയും കൂടെ വിളിച്ചുകൊണ്ട് വരിക മീറ്റിങ്ങിന്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവളെയും വിളിച്ചുകൊണ്ട് വരണം നീ. ചില സഹോദരിമാരോട് ചോദിക്കുകയാണെങ്കിൽ, എന്താണ് സഹോദരി, വിശ്വാസത്തിൽ ഇപ്പോൾ ഇച്ചിരി പിൻപോട്ടാണല്ലോ? എന്ത് പറയാനാണ്, മക്കളുണ്ടല്ലോ, മക്കളെയും കൊണ്ട് എങ്ങനെയാണ് ആരാധനയ്ക്ക് വരുന്നത്? നേരത്തെ സഹോദരി നിങ്ങൾ മുൻപിൽ തന്നെ വന്നിരിക്കുമായിരുന്നല്ലോ. അതേ, ശരിയാണ്, ഇപ്പോൾ കുഞ്ഞുണ്ടല്ലോ, ഭർത്താവുണ്ട്, അവരുണ്ട്, ഇവരുണ്ടെന്നൊക്കെ പറയും. 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അതായത് ഇന്നത്തെ പോലെ അന്ന് ഫാമിലി പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എത്ര മക്കളുണ്ടായിരുന്നായിരിക്കാം? 300 വർഷം ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 10-300 കുഞ്ഞുങ്ങളെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 200 മക്കളെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ എന്താണ്? ഭാര്യയുമായിട്ട് 200 മക്കളുമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള സമയത്തും ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിഞ്ഞു. അതാകുന്നു ആത്മീയ ജീവിതം. ചിലർ വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരാളോട് ചോദിച്ചു, സഹോദരി എന്താണ് സഭയിൽ വരാത്തത്? വീട് പണി നടക്കുകയാണ്. വീട് പണി നടക്കുന്ന സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടത്. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് അവരുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ അവർ നിലച്ചു പോവുകയാണ്. 5 വർഷം മുമ്പ് പ്രാർത്ഥിച്ച ലെവലിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. 5 മാസം മുമ്പ് പ്രാർത്ഥിച്ച സമയത്ത് കണ്ണിൽ നിന്ന് അവർക്ക് കണ്ണുനീർ വരുമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുന്നത് പോലുമില്ല. അതെന്താണ്? വിശ്വാസത്തിൽ മുൻപോട്ട് പോവുകയാണോ പിറകോട്ട് പോവുകയാണോ ചെയ്യുന്നത്? വിശ്വാസ ജീവിതം എപ്പോഴും മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതെന്താണ്? നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട്. ക്രിസ്തീയ ഭക്തി എങ്ങനെയുള്ളതാണ്? സന്തോഷിക്കേണ്ട, പുകഴ്ത്തേണ്ടതാണ്. ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്, കൊച്ചുകുട്ടികളെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ കൈകളിൽ ആ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിക്കുമ്പോൾ അവർ അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ കുതിച്ച് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയാറുണ്ട്, ഇവൻ അടങ്ങിയ എവിടെയും ഇരിക്കത്തില്ല, എപ്പോഴും വലിയ കുസൃതിയാകുന്നുവെന്ന്. അപ്പോൾ ഞാൻ പറയും, അല്ല സഹോദരി, അവൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു, അവൻ നല്ല ആരോഗ്യത്തോടെ ആയിരിക്കുന്നു, അവൻ ഹാപ്പിയോടെ ആയിരിക്കുകയാണ്. സന്തോഷത്തോടെ ആയിരിക്കുന്നവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിരിക്കുമോ? അവന് ഒരു പ്രശ്നവുമില്ല, ഒരു ടെൻഷനുമില്ല, അവൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിന് വയറ്റുവേദനയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവൻ പിന്നെ ഇങ്ങനെ കുതിച്ച് ചാടത്തില്ല, എപ്പോഴും നോക്കിയാലും മിണ്ടാതിരിക്കും, ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ നിങ്ങൾ പറയും നല്ലവനാണെന്ന്. അവൻ എപ്പോഴും നല്ല ഉറക്കമായിരിക്കും. അതാണ്
ഇന്നുള്ള ആത്മീയ ജീവിതത്തിൽ പലരും നല്ലവണ്ണം കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് അവർ പ്രാർത്ഥിക്കത്തില്ല. ദൈവദാസൻ പ്രസംഗിച്ചാൽ അപ്പോൾ കിടന്നുറങ്ങും. നമ്മൾ വിചാരിക്കും പാവം വ്യക്തികളാണ്, നല്ല വ്യക്തികളാണെന്ന്. ആത്മീയ ജീവിതത്തിൽ അവർ ഉറങ്ങുകയാണ്. അവർ എത്ര നല്ല വ്യക്തികളാണെന്ന് വിചാരിക്കും. എന്നാൽ ക്രിസ്തീയ വിശ്വാസം എന്നത് കിടന്ന് ഉറങ്ങുന്നതല്ല. ക്രിസ്തീയ വിശ്വാസം എന്നത് ഓട്ടമാണ്. അത് നടക്കുന്നത് പോലുമല്ല, ഓട്ടമാണ്. വീണ് കിടക്കുന്നവനെ കർത്താവ് സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് അവൻ നിന്നില്ല. അവൻ എന്താണ്? തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് ക്രിസ്തീയ ഭക്തി, ആ ത്രില്ലിങ്, ആ സന്തോഷം. അവനെന്താണ് ചെയ്തത്? ചിലർ തുള്ളിയും ചാടിയും സ്നേഹിതരുടെ അടുക്കൽ പോകും. ചിലർ തുള്ളിച്ചാടി സിനിമ കാണാൻ വേണ്ടി പോകും. ചിലർ തുള്ളിച്ചാടി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പോകും. അവനെന്താണ് ചെയ്തത്? തുള്ളിയും ചാടിയും എന്ത് ചെയ്തു? എവിടേക്കാണ് പോയത്? വായിക്കുക. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ദൈവത്തെ പുകഴ്ത്തി. എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തെ പുകഴ്ത്തുകയാണെങ്കിൽ, സ്തുതിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഉണ്ടാകില്ല. വഴക്കും അസൂയയും വെറുപ്പും നീരസവും മുൻകോപവും ദേഷ്യവും ഒന്നും ഉണ്ടാവുകയില്ല. ദൈവത്തെ സ്തുതിക്കുക. എന്തിനു വേണ്ടിയാണ്? ഉള്ളതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഇല്ലാത്തതിനെ ഓർത്തുകൊണ്ട് നിരാശപ്പെടേണ്ട. മാംസാഹാരം വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. കഞ്ഞി കുടിക്കാനെങ്കിലും സഹായിച്ചതിനായിട്ട് സ്തുതിക്കുക. പട്ടുസാരി വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. കോട്ടൺ സാരി തന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾക്ക് ചെരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. എന്നാൽ കാൽ നൽകിയതിനെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. നിനക്ക് കാതിലിടാൻ കമ്മൽ വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക. എന്നാൽ നിനക്ക് കേൾവി ശക്തി നൽകിയതിനെ ഓർത്തുകൊണ്ട് ചില ആളുകൾ ചെവിയിൽ യന്ത്രമൊക്കെ വെച്ചിട്ട് ആ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നോക്കൂ, ദൈവം നിങ്ങൾക്ക് നല്ല ഒരു കേൾവിശക്തി തന്നിട്ടില്ലേ? കേൾവിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുമായിരുന്നു. കർത്താവെ, എനിക്ക് നീ കേൾവിശക്തി നൽകിയല്ലോ, അതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുക. നിങ്ങൾക്ക് ദൈവം ദീർഘായുസ് നൽകിയിരിക്കുന്നു. അങ്ങനെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുണ്ടാകില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി എല്ലാ വിഷയത്തിലും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. എല്ലാത്തിനെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. 1 തെസ്സലോനിക്കർക്കെന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 5-ന്റെ 16 എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇവയല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണ്? എല്ലാത്തിനും നാം സ്തോത്രം ചെയ്യണം, നാം പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവയാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നുവെന്ന് പറയുന്നു. അവർ ആരാകുന്നു? ആരാണവർ? ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതായ യോഹന്നാനും പത്രോസും. ഇപ്പോൾ പത്രോസും യോഹന്നാനും അവന്റെ ആരാണ്? സ്നേഹിതരായിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ കരങ്ങളിൽ പിടിച്ചിട്ടായിരിക്കും അവൻ സന്തോഷത്തോടെ കടന്നുപോയത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ തോളുകളിൽ കൈയിട്ടുകൊണ്ട്, പത്രോസേ നിനക്ക് നന്ദി, യോഹന്നാനെ നിങ്ങൾക്ക് നന്ദി, കർത്താവേ സ്തോത്രം എന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ച് അവൻ പോകുന്നുണ്ടായിരിക്കാം. അവനങ്ങനെ ഉച്ചത്തിൽ പുകഴ്ത്തിക്കൊണ്ടു പോകുമ്പോൾ എല്ലാവരും ഇവനെ തന്നെ നോക്കിയാണ്. ഇവനീ വാതിൽക്കൽ പണ്ട് മുതൽക്ക് തന്നെ ഇരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഭിക്ഷക്കാരനല്ലേ? നോക്കൂ, അവന്റെ സന്തോഷം കണ്ടില്ലേ? അവനിൽ വന്ന മാറ്റം കണ്ടില്ലേ? എന്തൊരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനമെല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, സാക്ഷ്യം പറയുന്ന രീതിയിൽ, ഞാനായിരുന്നു അമ്പുടനായ മനുഷ്യൻ, പത്രോസായിരുന്നു. പത്രോസായുന്ന ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുൻപിൽ വലിയ സാക്ഷ്യമൊന്നും പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ ജീവിതം ജനങ്ങൾ കാണാനിടയായി. അവൻ്റെ സന്തോഷം കണ്ടു. അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ എവിടേക്കാണ് കടന്നുപോയത്? എവിടെ പോയി? സൗഖ്യം പ്രാപിച്ച വ്യക്തി എവിടേക്കാണ് പോകേണ്ടത്? ചില സഭകളിൽ പറയും 7 ആഴ്ച തുടർച്ചയായിട്ട് വരണമെന്ന്. എങ്ങനെയാണ് 7 ആഴ്ച തുടർച്ചയായിട്ട് വന്നിട്ട് സൗഖ്യം പ്രാപിച്ചാൽ? സൗഖ്യം പ്രാപിച്ചാലും പിന്നെ വരത്തില്ല. അതുപോലെ സൗഖ്യം പ്രാപിച്ചില്ലെങ്കിലും പിന്നീട് വരുന്നതേ കാണത്തില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 7 ആഴ്ചയല്ല സഭയിൽ പോകേണ്ടത്, 7 വർഷമല്ല പോകേണ്ടത്. എപ്പോൾ വരണം? കർത്താവ് വന്നിട്ട് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വരെയും, കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് നമ്മെ ചേർക്കുന്നത് വരെയും നാം ജീവനോടെ ഇരിക്കുന്ന കാലം അത്രയും ആലയത്തിൽ പോകണം. ദൈവാലയത്തിൽ ചെന്ന് കൂട്ടായ്മ,
ആചരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ദിവസവും നിങ്ങൾ വചനം കേൾക്കുന്നത് നല്ലതാണ്, ടി വിയിൽ കൂടി വചനം കേൾക്കുന്നത് നല്ലതാണ്. എന്നാൽ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ആരാധനയ്ക്ക് നാം ആലയത്തിൽ പോകണം. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നാം പോകണം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക എന്ന് വചനം പറയുന്നു. ചിലർ പറയും നമ്മുടെ സഭ ശരിയല്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ കുറേ നാൾ പോയിട്ട് വീണ്ടും ഇവിടെ വന്ന് പറയും അവിടെ ശരിയല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പൂച്ചയെ പോലെ. പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് 7 വീട് കരയിറങ്ങും. അങ്ങനെ സ്നാനപ്പെട്ട ശേഷം ഒരു സഭയിൽ നിന്ന്, ഇവിടെ നിന്ന് വെള്ളത്തിൽ സ്നാനപ്പെട്ടു, അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു, മറ്റേ സഭയിൽ നിന്ന് അന്യഭാഷാ വരം ലഭിച്ചു, അങ്ങനെ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. ശ്രദ്ധിക്കുക, നീ എവിടെ വെച്ചാണ് രക്ഷിക്കപ്പെട്ടത്? ആരിൽ കൂടിയാണ് യേശുക്രിസ്തുവിനെ നീ പരിചയപ്പെട്ടത്? ആ സഭയിൽ തന്നെ നീ പോകുക. എന്താണ് ചെയ്യേണ്ടത്? നീ പോകുന്ന സഭ ശരിയല്ല എങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സഭയിൽ ആരുമില്ല ശരിയായവർ എന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ശരിയായ വ്യക്തിയാണോ? എന്താണ്? നീ ശരിയായ വ്യക്തിയായി നിന്നിട്ട് സഭയിലെ അംഗങ്ങളെ നിങ്ങൾ എന്നെ നോക്കുക എന്ന് പറഞ്ഞ് ജീവിച്ചു കാണിക്കുക. അതുപോലെ ദൈവദാസ, നിങ്ങൾ കള്ളം പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കള്ളം പറയുന്നില്ല, എന്നെ നോക്കുക എന്ന് പറയണം. നിന്റെ ജീവിതത്തിൽ കൂടി നിന്റെ പാസ്റ്ററിനെ മാറ്റിയെടുക്കുക, വിശ്വാസികളെ മാറ്റിയെടുക്കുക. അതല്ലാതെ നീ സഭ മാറാൻ നോക്കരുത്. ഈ കാലത്ത് വലിയൊരു വിഷയമായിരിക്കുകയാണ്. നാട്ടിൽ 10-15 സഭകളാണ്. ഇവിടെയുള്ളവർ അവിടെയും, അവിടെയുള്ളവർ ഇവിടെയും. നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലെ അതുതന്നെയാണ് ചില സഭകളിൽ. ആ സഭയിൽ നിന്നും ഈ സഭയിൽ നിന്നുള്ള ആളുകളെ കൂട്ടിയാണ് അവർ നടത്തുന്നത്. അങ്ങനെ ഈ കാലത്ത് അനേകം ആളുകൾ, അനേകം വിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് സഭകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അതിൽ വിശ്വാസികളാരാണ്? വെളിയിൽ നിന്നാരുമല്ല, അവർ തന്നെയാണ്. നിങ്ങൾ സർവ്വലോകത്തിലും ചെന്ന് സുവിശേഷം അറിയിക്കുക, മീൻ പിടിക്കുന്ന നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മീൻപിടുത്തക്കാർ എവിടെ നിന്നാണ് മത്സ്യത്തെ പിടിക്കുന്നത്? പറയുക. അവർ ചെന്നിട്ട് നദീതീരത്തോ അല്ലെങ്കിൽ സമുദ്രത്തിലോ പോയിട്ട് മത്സ്യം പിടിക്കും. ഒരു വ്യക്തി സമുദ്രതീരത്തിരുന്ന് മത്സ്യം പിടിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വ്യക്തി ഇദ്ദേഹം പിടിച്ചു കുട്ടയിലിരിക്കുന്ന മത്സ്യത്തെ പിറകിൽ നിന്ന് വന്നിട്ട് എടുത്തുകൊണ്ടു പോകുന്നത് കണ്ടു. എന്താണ്? സഭയെ ഛിന്നഭിന്നമാക്കുന്നവരും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നാം നോക്കുകയാണെങ്കിൽ 4% ആളുകൾ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള 96% രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് നിങ്ങൾ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക. അവരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോവുക. ദൈവത്തെ സ്തുതിക്കുക. ഞായറാഴ്ച പോയിട്ട് കർത്താവിനെ ആരാധിക്കുക. 6 ദിവസം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് 7-ാം ദിവസം ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ ദിവസമാണ് വിശ്രമ ദിവസം. 7-ാമത്തെ ദിവസം നാം കർത്താവിന് ആരാധിക്കണം. നാം മറ്റു ദേശങ്ങളിൽ വിദേശത്ത് പോവുകയാണെങ്കിൽ, ദുബായിൽ പോവുകയാണെങ്കിൽ അവിടെ വെള്ളിയാഴ്ചയാണ് ഞായറാഴ്ച എന്ന രീതിയിൽ കണക്കാക്കി ആരാധിക്കുന്നത്. ഏത് ദിവസത്തിൽ ആരാധിക്കുന്നു എന്നതല്ല പ്രധാനം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തിന് വേണ്ടി നാം വേർതിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ പോകേണ്ടതാണ് എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമേ ആത്മീയമായിട്ട് നമുക്ക് ബലപ്പെടാൻ കഴിയൂ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നോക്കുക, ആത്മീയമായിട്ട് എനിക്ക് ബലപ്പെട്ട് അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയായിട്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. അതായത് പതിയെ പറഞ്ഞവര് അത്രത്തോളം താല്പര്യമില്ല എന്നാണ് അർത്ഥം. തുള്ളിച്ചാടുന്ന ഭക്തി കാണുന്നതേയില്ല. ഞാൻ ദിനംതോറും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മരണം വരെ ഞാൻ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ക്ഷീണമാകുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പറഞ്ഞു, ദിവസം ഒരു 2-3 മുട്ട കഴിക്കുക എന്ന്. അപ്പോൾ അവൻ വീട്ടിൽ ചെന്നിട്ട്, മമ്മി 3 മാസത്തേക്കുള്ളതായ എത്ര മുട്ടകൾ വാങ്ങിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ചെന്ന് 90 മുട്ടകൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം കൂടെ റെഡിയാക്കി കഴിക്കുകയാണ്. മമ്മി, ഞാൻ 3 മാസം കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കഴിച്ച് എനിക്ക് ബലമെല്ലാം നേടിയെടുക്കണമെന്ന് പറഞ്ഞ് ബലം നേടുവാൻ കഴിയുമോ? ശക്തി പ്രാപിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. എന്താണ്? ഒറ്റ ദിവസം കൊണ്ട് തന്നെ വളരെ തീക്ഷ്ണതയുള്ളതായ ഒരു വിശ്വാസിയായിട്ട് മാറുവാൻ കഴിയുമോ? കഴിയുകയില്ല. ദിനംതോറും അവൻ്റെ കൃപ പുതിയതാകുന്നു. ദിനംതോറും പുതുക്കം പ്രാപിച്ചുകൊണ്ട് നാം
എല്ലാ ദിവസവും വചനം വായിച്ച്, എല്ലാ ദിവസവും പ്രാർത്ഥിച്ച്, ഞായറാഴ്ച ആലയത്തിൽ പോയി കർത്താവിനെ ആരാധിച്ച് ബലം പ്രാപിച്ചെടുത്തുകൊണ്ട് ആത്മശക്തിയിൽ അങ്ങനെ മുൻപോട്ട് വളർന്നു പോകേണ്ടതാണ്. അങ്ങനെയാണ് നാം ആത്മീയമായ ബലം പ്രാപിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ വർധനവുണ്ടായി നമ്മെ ഏൽപ്പിച്ചതായ കർത്തവ്യം ഈ ലോകത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്. പിന്നീട് കർത്താവ് വന്നിട്ട് നിന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കർത്താവ് അവിടെ നിന്ന് നിന്നെ വിളിക്കുമ്പോൾ നീ പെട്ടെന്ന് അവന്റെ സന്നിധിയിലേക്ക് കയറിപ്പോവുകയും ചെയ്യും. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞു. മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വാതിൽ തുറന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായ ഒരു അനുഭവമാണ്. അത് പ്രാപിക്കുവാൻ പഠിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചതിന് ശേഷം ഈ ലോകത്തില് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണ് എങ്കിൽ ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ പക്വത പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. ഞാൻ പ്രസംഗിച്ചിട്ട് കടന്നു പോകാനിടയാകും, എന്നാൽ നിങ്ങൾ കർത്താവിനോടൊപ്പം ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. നിങ്ങൾ കടന്നു പോകുന്നത് ഏതാലയമാണോ അവിടെ ചെന്ന് കർത്താവിനെ നിങ്ങൾ പാടി ആരാധിക്കണം. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത് വളരെ ശ്രേഷ്ഠകരമായ സമയമാണ്. കർത്താവ് നമ്മളെ ദർശിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തി മുൻപോട്ട് സമാധാനത്തോടെ പോകുന്ന രീതിയിൽ ഉള്ളതായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം നീ നല്ലവണ്ണം കർത്താവിന് വേണ്ടി ഓടിയ വ്യക്തിയാണ്, എന്നാൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടായി. നീ നന്നായിട്ട് ഒരു കാലത്ത് ജീവിച്ച വ്യക്തിയാണ്, എന്നാൽ ഈ ദിവസം നീ മുൻപോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് നിരാശ വന്നത്? ഏത് പാപമാണ് തടസ്സമായി തീർന്നത്? ഏത് പ്രവൃത്തിയാണ് നിനക്കെതിരായിട്ട് നിന്നത്? എന്തുകൊണ്ട് ബലഹീനനായിപ്പോയി? വചനം വായിക്കുന്നത് നിർത്തിയോ? പ്രാർത്ഥിക്കുന്നത് നിർത്തിയോ? നീ ആലയത്തിൽ പോകുന്നത് ഉപേക്ഷിച്ചുവോ? ഇന്നു തന്നെ ഒരു തീരുമാനമെടുക്കുക. പ്രാർത്ഥന. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവമേ, നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിന്നിൽ ആശ്രയിച്ചിരുന്ന പത്രോസും യോഹന്നാനും നിന്റെ നാമത്തിൽ സൗഖ്യം കൊടുത്തതുപോലെ നിന്റെ മക്കൾക്ക് ഈ ദിവസം സൗഖ്യം കൊടുക്കുമാറാകണമേ. യഥാർത്ഥമായ സൗഖ്യം അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണമേ. നശിച്ചു പോകുന്ന ആത്മാക്കളെ കണ്ട് രക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്കിനെ പോലെ ജീവിക്കാൻ നിന്റെ എല്ലാ മക്കളെയും നീ സഹായിക്കുമാറാകണമേ. ആ സന്തോഷവും ആ രക്ഷയുടെ ആനന്ദവും ആ സംതൃപ്തിയും ആ വിശ്വാസവും ആ തീഷ്ണതയും പ്രാപിച്ചവരായ യേശുക്രിസ്തു എന്നോട് കൂടെയുണ്ട്. ഞാൻ അവനോടൊപ്പമാണ് നടക്കുന്നത്. അങ്ങനെയുള്ളതായ ഉണർവും വിശ്വാസവും പ്രാപിച്ച് ആ തീരുമാനത്തോടുകൂടി കടന്നു പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവിൻ്റെ ആത്മാവിനെ നിറച്ച് ഞങ്ങളെ എല്ലാവരെയും അയക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.